ഞാൻ മെറീന ജോബി. അഗൈൻ വെൽക്കം ബാക്ക് ടു സോറൻ സ്പൈസി. സോറൻ സ്പൈസിലെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം മധുരസേവ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മാവൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലോട്ട് നമുക്ക് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അല്പാൽപ്പായിട്ട് വെള്ളം ചേർത്ത് നല്ല സോഫ്റ്റായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ നൂലപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അല്പാൽപ്പായിട്ട് വെള്ളം ചേർത്ത് മാവ് നല്ല സോഫ്റ്റായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മധുരസേവ റെഡിയാക്കി എടുക്കാൻ തുടങ്ങാം. അപ്പം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ചില്ലാണ്, ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള ഒരു ചില്ലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു റൗണ്ടിലുള്ള ചില്ല് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതായത് നൂലപ്പത്തിനേക്കാളും കുറച്ചും കൂടി വലുപ്പമുള്ള റൗണ്ടിലുള്ള ഹോള്. അപ്പം ഞാനിപ്പോൾ ഈ ഒരു ഡിസൈനിലുള്ള ചില്ലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി മധുരസേവ റെഡിയാക്കി എടുക്കാൻ തുടങ്ങാം. അപ്പോൾ മധുരസേവ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് പ്രസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോഴാണ് നല്ല നീളത്തിൽ നമുക്ക് മധുരസേവ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ചുറ്റിയിട്ട് കൊടുക്കാം. ഒരു 2-3 ചുറ്റി കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വിടിയിച്ച് കൊടുക്കാം. കളറൊന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സൈഡും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ സൈഡും കളറൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരും. അപ്പൊ നമുക്കിത് കോരിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. അപ്പൊ ഇതൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഞാനിത് കോരിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെറ്റ് ഫ്രൈ ചെയ്യാനായിട്ട് ആ മുറുക്കെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കിയ കംപ്ലീറ്റ് മാവ് ഞാൻ ഇതുപോലെ നുറുക്കായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ലായനി റെഡിയാക്കി എടുക്കണം. അപ്പോൾ പഞ്ചസാര പാനി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിന് കൂടെ തന്നെ ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി നന്നായിട്ട് തിളച്ച് ഒരു നൂൽ പരുവായി വരണം. എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുറുക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പൊ പഞ്ചസാര നന്നായിട്ട് തിളച്ച് ഒരു നൂൽ പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന മുറുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ മുറുക്കെല്ലാം ഞാൻ നല്ല നീളത്തിലുള്ളത് എല്ലാം ചെറുതാക്കിയിട്ട് ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പഞ്ചസാര പാനി എല്ലാം നന്നായിട്ട് മുറുക്കുമ്പോൾ പിടിക്കണം. ആ രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആയി വരുമ്പോൾ പഞ്ചസാര നന്നായിട്ട് ക്രിസ്റ്റൽ പോലെ നമ്മുടെ മുറുക്കുമ്പോൾ പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മധുരസേവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.